ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ്രോയിഡ് സ്റ്റീരിയോകളിൽ 2023 ഈ അടുത്ത് ഒരുപാട് അപ്ഡേറ്റഡ് സ്റ്റീരിയോകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ധാരാളം കസ്റ്റമേഴ്സ് പുതിയ മോഡലുകളെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല സ്റ്റീരിയോയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് വരുന്നത് ഒക്ടാകോർ പ്രോസസ്സറുള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയോകളാണ്. ഇപ്പം നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള സ്റ്റീരിയോകൾ ഒക്ടാകോർ പ്രോസസ്സറുള്ള സ്റ്റീരിയോകളാണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 2GB മുതൽ ഏതാണ്ട് 6GB 8GB വരെയൊക്കെ സ്പെസിഫിക്കേഷനുകളിൽ നമുക്ക് ഈ ഒക്ടാകോർ പ്രോസസ്സർ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ പ്രോസസ്സറുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സ്പീഡുണ്ട്. അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി നല്ല രീതിയിൽ വരുന്നുണ്ട്. നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിട്ട് പറഞ്ഞിരുന്ന സൗണ്ട് ക്വാളിറ്റിയിലെ ഇഷ്യൂ ഒരു പരിധി വരെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒക്ടാകോർ പ്രോസസ്സറുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം നല്ല സൗണ്ട് ഔട്ട്പുട്ട് ഉണ്ട്. ഏതാണ്ട് ഒരു പൈനിയർ സോണിയായിട്ടൊക്കെ താരതമ്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് ഒക്ടാകോർ പ്രോസസ്സറുകളുള്ള സ്റ്റീരിയോകൾക്ക് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് 3 രീതിയിലാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ വിത്ത് റിയർ ക്യാമറ, ബാക്ക് ക്യാമറ മാത്രമായിട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ഫ്രണ്ട് ബാക്ക് ക്യാമറ വിത്ത് റെക്കോർഡിങ് നമുക്ക് ചെയ്യാൻ സാധിക്കും. DVR ഫംഗ്ഷനോട് കൂടിയിട്ട് വരുന്ന ഒക്ടാകോർ പ്രോസസ്സർ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ 360 ക്യാമറയും ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ 3 രീതിയിലാണ് വരുന്നത്. അപ്രോക്സിമേറ്റ് പ്രൈസ് റേഞ്ച് വന്നിട്ട് 2GB ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ബാക്ക് ക്യാമറ റെക്കോർഡിംഗ് വരുന്നത് ഏകദേശ പ്രൈസ് 25,500 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 4GB ആണെങ്കിൽ 29,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം 2 ഇയർ ഒക്ടാകോർ പ്രോസസ്സർ വരുന്ന എല്ലാ ബ്രാൻഡുകൾക്കും 2 ഇയർ വാറണ്ടി ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്ക് ക്യാമറ മാത്രം വരുന്ന മോഡൽ നമുക്കൊരു 6GB 128 മോഡൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ബാക്ക് ക്യാമറ മാത്രമാണെങ്കിൽ ഏകദേശം 32,000 രൂപയ്ക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 360 ക്യാമറ ഉൾപ്പെടെ ഏകദേശം 60,000 രൂപയാണ് MRP വരുന്നത്. പക്ഷേ നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസിൽ ഏകദേശം അപ്രോക്സിമേറ്റ് പ്രൈസ് റേഞ്ച് ഒരു 40 മുതൽ 45,000 രൂപയ്ക്കകത്ത് നമുക്ക് ഒക്ടാകോർ പ്രോസസ്സർ 2 ഇയർ വാറണ്ടി ഉള്ള സ്റ്റീരിയോ വിത്ത് 360 ക്യാമറ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ഒക്ടാകോറിൽ ഏറെക്കുറെ വരുന്ന ഒരു സ്പെസിഫിക്കേഷനുകളും പ്രൈസ് റേഞ്ചും ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ ഒക്ടാകോറിൽ നമുക്ക് 360 വരുന്ന മറ്റൊരു മോഡൽ കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് 4GB റാം, 64 ഇന്റേണൽ, QLED ഡിസ്പ്ലേ ഒക്കെ വരുന്നത് നമ്മൾ ധാരാളം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ്. അതിന് 360 ക്യാമറ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ വരുന്ന പ്രൈസ് 35,000 രൂപയാണ്. ഇതൊക്കെ ഏറ്റവും ഹൈ എൻഡ് മോഡലുകളാണ്. നല്ല സൗണ്ട് എഫക്റ്റ്, 2 ഇയർ വാറണ്ടി ഒക്കെ ഉള്ള ഏറ്റവും ടോപ്പ് പ്രോഡക്റ്റുകളാണ് ഈ പറയുന്നത്. പിന്നീട് വരുന്നത് അടുത്ത പ്രോസസ്സർ റേഞ്ച് വരുന്നത് T5 പ്രോസസ്സറാണ്. T5 പ്രോസസ്സറിൽ ധാരാളം ബ്രാൻഡുകൾ വരുന്നുണ്ട്. അത് നമ്മൾ ഒരുപാട് കൊടുത്തിട്ടുള്ള പ്രോഡക്റ്റാണ്. ഒക്ടാകോറിൻ്റെ അത്ര സൗണ്ട് എഫക്റ്റ് ഉണ്ടാവില്ല, എന്നാലും തരക്കേടില്ലാത്തൊരു സൗണ്ട് എഫക്റ്റും. ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രണ്ട് ബാക്ക് ക്യാമറ റെക്കോർഡിംഗ് കിട്ടും എന്നുള്ളതാണ്. പ്രൈസ് റേഞ്ച് വരുന്നത് നമുക്ക് ഏകദേശം ഒരു 13,000 മുതൽ 20,000 രൂപ വരെയുള്ള പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. 13,000 രൂപയ്ക്ക് ഇൻജക്ട് ഓഡിയോ എന്ന് പറയുന്ന ബ്രാൻഡാണ് വരുന്നത്. അത് നമ്മുടെ ഓൺലൈൻ ഡെലിവറി പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ 15,500 ഒരു മോഡൽ വരുന്നുണ്ട്. 18,500, 19,500 2GB 4GB വേരിയന്റുകളിൽ അവൈലബിൾ ആണ്. അതാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള തൊട്ട് താഴെ വരുന്ന സെഗ്മെന്റ്. T5 പ്രോസസ്സർ 1 ഇയർ ആണ് വാറണ്ടി വരുന്നത്. T5 അത്യാവശ്യം നല്ല പ്രോസസ്സറാണ്. നമുക്ക് ഒരു ബഡ്ജറ്റ് നമ്മൾ 20,000 രൂപയുടെ താഴെ ആണെങ്കിൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സറാണ് T5 പ്രോസസ്സർ. പിന്നീട് തൊട്ട് താഴെ വരുന്നത് T3L പ്രോസസ്സറാണ്. T3L നല്ല പ്രോസസ്സറാണ്. ആവറേജ് സൗണ്ട് എഫക്റ്റ് ഒരു 10,000-നും 15,000 രൂപയ്ക്കും ഇടയ്ക്കാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. T3L ആവറേജ് സൗണ്ട് എഫക്റ്റ് ഉണ്ടാവും, തിരക്കേടില്ലാത്ത പെർഫോമൻസ് ഉണ്ട്, പിക്ചർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ. T5 പ്രോസസ്സറുകളിൽ നമുക്ക് 360 ക്യാമറ ചെയ്യാൻ സാധിക്കും. പ്രൈസ് റേഞ്ച് വരുന്നത് ഏകദേശം 19,500 രൂപ മുതൽ 27,000 രൂപ വരെയാണ്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ വിത്ത് 360 നമ്മൾ T5 പ്രോസസ്സറുള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയോ വെച്ച് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് റേഞ്ച് വരുന്നത് 1 ഇയർ ആണ് വാറണ്ടി വരുന്നത്. നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 10,000-നും 15,000-നും ഇടയ്ക്കാണെങ്കിൽ പ്രിഫർ ചെയ്യാവുന്ന ഒരു പ്രോസസ്സറാണ് T3L പ്രോസസ്സർ. പിന്നീട് വരുന്നത് ഏറ്റവും ബഡ്ജറ്റ് ആൻഡ്രോയിഡ് ആണ് TS7 അതുപോലെ TS9 പ്രോസസ്സറുകൾ. 10,000 രൂപയിൽ താഴെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് കൺഫ്യൂഷൻ ആവാറുണ്ട്. ഇപ്പോൾ 2GB 4GB 6GB ഒക്കെ വേരിയൻറ്റുകൾ വരുമ്പോൾ ചില മോഡലുകൾക്ക് വളരെ വിലക്കുറവും
ചില മോഡലുകൾക്ക് വളരെ വില കൂടുതലാണ് വരുന്നത്. ഇപ്പോൾ 10,000 രൂപയിൽ താഴെ സ്പെസിഫിക്കേഷനുള്ള മോഡലുകൾക്ക് ചിലപ്പോൾ 2 GB പറയും, 26,000 രൂപയുടെ മോഡലുകൾക്കും 2 GB പറയും. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ പ്രൊസസ്സറുകൾക്കനുസരിച്ച് നല്ല പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. TS7 TS9 പ്രൊസസ്സറുകൾക്ക് വളരെ ബഡ്ജറ്റ് പ്രൊസസ്സറാണ്, അതിന് നമുക്ക് 10,000 രൂപയിൽ താഴെ പ്രൈസ് വരുന്നുള്ളൂ. അതേസമയം ഈ പറഞ്ഞതുപോലെ T3L T5 ഒക്ടാ കോർ അങ്ങനെ പ്രൊസസ്സറുകൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഫുള്ള് സ്പെസിഫിക്കേഷനുകളിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഈ പ്രൈസ് ഡിഫറൻസ് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് സെറ്റിങ്സുകൾ വരുന്നുണ്ട്. ചിലരൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് വിളിക്കാറുണ്ട്. ഇപ്പോൾ T5 പ്രോസസ്സർ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്തൊരു മോഡലാണ് ഈ T5. വളരെ കംപ്ലൈൻറ്റ് കുറഞ്ഞ മോഡലാണ്. പക്ഷേ ധാരാളം കസ്റ്റമേഴ്സ് ഇത് പല കംപ്ലൈൻറ്റുകൾ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. ഇതിൻ്റെ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല, ഇതിൻ്റെ റെക്കോർഡിംഗ് കിട്ടുന്നില്ല, ഇതെല്ലാം ഇതിൻ്റെ സെറ്റിങ്സ് ആണ്. അതായത് നമുക്ക് ഓരോ സാഹചര്യങ്ങളിൽ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഓണാക്കി ഓഫ് ചെയ്യേണ്ട ഒരുപാട് സെറ്റിങ്സുകൾ സ്റ്റീരിയോയുടെ സെറ്റിങ്സിൽ വരുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് അറിയാതെ ഇതിലൊക്കെ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇത് മാറുന്നതാണ്. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് ഒരു പ്രൊഫഷണൽ സ്ഥിരമായിട്ട് ഈ മോഡലുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു സെറ്റിങ്സ് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വളരെ ഒരു ടച്ചിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചെറിയ സെറ്റിങ്സിലെ ഇഷ്യൂകൾക്ക് വേണ്ടിയിട്ട് ഈ സ്റ്റീരിയോ റീപ്ലേസ് ചെയ്യുക, അതുപോലെ തന്നെ വീണ്ടും അഴിച്ച് ഫിറ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 360യെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ള ഇതൊന്നുമല്ല ഇൻസ്റ്റാളേഷൻ. പക്ഷേ ഇതിൻ്റെ ഏറെക്കുറെ ഇത് കാലിബ്രേറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതിൻ്റെ അളവും കാര്യങ്ങളും സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിൻ്റെ ഒരുവിധമെങ്കിലും ഇത് കാലിബ്രേറ്റ് ചെയ്യാം. നമ്മൾ എന്നാൽ മാത്രമേ ഈ 360യുടെ കൃത്യമായ ഒരു പ്രയോജനം നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ 4 ക്യാമറ ഫിറ്റ് ചെയ്ത് വെറുതെ അത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൃത്യമായൊരു കാലിബ്രേഷൻ നമ്മൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കില്ല. 4 ക്യാമറ കാണാൻ പറ്റും, അതുപോലെ റെക്കോർഡിങ്ങും ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 360 വ്യൂ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ അത് നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് കൃത്യമായിട്ട് കാലിബ്രേറ്റ് ചെയ്യണം. നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ പല വീഡിയോകളിലും കാലിബ്രേഷൻ പ്രോപ്പർ ആവുന്നില്ല. വളരെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവാം. അതിപ്പോൾ എത്ര നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്താലും ചെറിയ രീതിയിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ പല വീഡിയോകളിലും വെറുതെ കാലിബ്രേഷൻ എന്ന് പറഞ്ഞ് ഷീറ്റ് ഇങ്ങനെ കാണിക്കുന്നു, പക്ഷെ വീണ്ടും ക്യാമറ പഴയത് തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ ഇത്തരം മോഡലുകൾ T5 മുതൽ മേലോട്ടുള്ള പ്രോഡക്റ്റുകൾ, ഇപ്പോൾ TS7 ഒക്കെ പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ഇൻസ്റ്റാളേഷനാണ്. അതിനകത്ത് കാര്യമായിട്ടുള്ള സെറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു നോർമൽ സ്റ്റീരിയോ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റീരിയോകൾ, കുറച്ച് പ്രൈസ് റേഞ്ച് കൂടിയ സ്റ്റീരിയോകൾ ചെയ്യുമ്പോൾ എപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യുക. അപ്പം നമുക്ക് വാറണ്ടി ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് കിട്ടും. അതായത് ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു കസ്റ്റമർ വിളിച്ചിരുന്നു. അദ്ദേഹം ഒരു T5 പ്രൊസസ്സർ ഒരു ഷോപ്പിൽ നിന്ന് ഫിറ്റ് ചെയ്യിച്ചു. അവരാദ്യമായിട്ടാണ് അത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി അത് ചെയ്തിട്ട് പുള്ളിക്ക് അത് ക്ലിയർ ആയില്ല. പുള്ളിയുടെ വണ്ടിയിൽ അത് വെച്ച് കൊടുത്തു, അവർ പൈസയും വാങ്ങിച്ചു. പക്ഷേ പുള്ളിക്ക് പിന്നീട് ഒരുപാട് ഇഷ്യൂകളുണ്ട്. അങ്ങനെ ഈ അൺപ്ലഗ് ബ്രാൻഡാണ് ചെയ്തിരുന്നത്. അപ്പോൾ പുള്ളി യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് എൻ്റെ നമ്പർ എടുത്ത് വിളിച്ചതാണ്. അങ്ങനെയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. അപ്പോൾ അതുപോലെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവരെ കൊണ്ട് പരമാവധി ചെയ്യുക. നമ്മൾ തന്നെ അല്ല, ആരായാലും പരമാവധി ഫിറ്റ് ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സൊക്കെ അവർക്ക് ഏറെക്കുറെ ഒരു പിടുത്തം ഉണ്ടാവും. എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാൽ നമുക്ക് പെട്ടെന്ന് അത് പരിഹരിക്കാൻ സാധിക്കും. കാരണം മുമ്പെന്ന് പറയുന്നത് ഒരു ആക്സസറീസ് ഫിറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വയർ കട്ടറും ഒരു ടെസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും ഇൻസ്റ്റാൾ ചെയ്യാൻ, എൻ്റെ കണക്ഷനുകൾ അറിയാവുന്നവർക്ക് സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന വണ്ടികൾ അതുപോലെയല്ല, അതുപോലെ തന്നെ വരുന്ന പ്രോഡക്റ്റുകളും അതുപോലെയല്ല. ഇപ്പം നമ്മൾ സ്റ്റിയറിംഗ് ഒക്കെ റീപ്ലേസ് ചെയ്യുന്ന ധാരാളം വീഡിയോകൾ ചാനലുകളിൽ ഇടാറുണ്ട്. അത് തന്നെ നമ്മൾ ഇത്തരം വർക്കുകളെല്ലാം ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവരെ കൊണ്ട് പരമാവധി ചെയ്യുക. കാരണം ഈ സ്റ്റിയറിംഗിന് അടിയിലൊക്കെ ആംഗിൾ സെൻസർ പോലെയൊക്കെയുള്ള സെൻസറുകളുണ്ട്. നമ്മൾ ഊരുന്ന സമയത്ത് അതൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ ആക്ടിവേറ്റ് ആവുകയും അതിൻ്റെ ലൈറ്റ് ഡാഷ്ബോർഡിൽ കാണിക്കുകയൊക്കെ ചെയ്യും. അത് കാണിക്കുന്നതുകൊണ്ട് മറ്റ് ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ആ ലൈറ്റ് നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്കാനർ വെച്ച് നമ്മളത് സോൾവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്ത് പരിചയമുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചാൽ നമുക്ക് വളരെ വൃത്തിയായിട്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് ഈ സാധനങ്ങൾ ചെയ്തെടുക്കാനും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ മോഡലുകളുടെ ഒക്കെ അൺബോക്സിംഗ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തുടർന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.